അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയിൽ ഭയങ്കര പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം ഹേമ കമ്മിറ്റി വന്നു കഴിഞ്ഞിട്ട് ശരിക്കും ഒരു തകർച്ചയുടെ വക്കിൽ എന്ന രീതിയിൽ പോയൊരു മലയാള സിനിമ. അതായത് ബാക്കി ഇൻഡസ്ട്രിയൊക്കെ ഒന്ന് സ്തംഭിച്ചു പോയി. എല്ലാവരും സ്തംഭിച്ചു പോയി. കാരണം പല റെഗുലേഷൻസ് ഒക്കെ നടന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നൊരു നല്ല സംഭവം എന്ന് വെച്ചാൽ ഈ ഓണത്തിന് കഴിഞ്ഞ ഓണത്തേക്കാളും നല്ല റിലീസൊക്കെ വരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് മലയാള സിനിമയിൽ ഒരു പക്ഷേ ഇതുവരെ ഇത്രയും നല്ലൊരു മൂവി, വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയേണ്ട ഒരു മൂവിയാണ് കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡം ഇതിപ്പോൾ നമുക്കറിയാം രാമായണമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു സംഭവമാണ് കിഷ്കിന്ധാകാന്ഡം എന്നുള്ളതിൽ. അതിൽ കുരങ്ങന്മാരൊക്കെ ഉണ്ട്, ഇതിലുണ്ട് കുരങ്ങന്മാരൊക്കെ. പക്ഷേ ഇതൊരു ഒരു മിസ്റ്റിക് ത്രില്ലറാണ്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബാഹുൽ രമേശാണ് എഴുതിയേക്കുന്നത്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നല്ല അടിപൊളി സ്ക്രിപ്റ്റാണ്. പിന്നെ അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും പുള്ളി തന്നെയാണ് ചെയ്തേക്കുന്നത്. ഡിഞ്ചിത്താണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ നല്ല നിയർ ടു ദ പെർഫെക്ഷൻ എന്ന് പറയാം. അത്ര നല്ല രസമായിട്ടാണ് ഇതിൻ്റെ ഒരു കഥയും ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് കാണിക്കുന്ന ആ ഒരു രംഗങ്ങളും പിന്നെ ഇതിൻ്റെ ഒരു മ്യൂസിക്കൊക്കെ മുജീബ് മജീദിൻ്റെ അടിപൊളി മ്യൂസിക്കാണ്. പിന്നെ നമ്മളെ ആ കഥയിലേക്ക് ഇവർ ഇങ്ങനെ സന്നിവേശിപ്പിക്കുകയാണ് പലപ്പോഴും. നമ്മുടെ ഈ ഒരു കഥ ഒരു മിസ്റ്റിക് മോഡിൽ തുടങ്ങി, അല്ലെങ്കിൽ സാധാരണ ഒരു ഫാമിലിയെ പോലെ തുടങ്ങി രഹസ്യങ്ങൾ പയ്യെ റിവീൽ ചെയ്ത് വന്നിട്ട് അങ്ങനെയാണ് പോണത്. അപ്പോൾ ഇതിൽ ആരും ഒരു മോശപ്പെട്ട രീതിയിൽ അഭിനയിച്ചെന്ന് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം നല്ല ഗ്രാൻഡായിട്ട് തന്നെയാണ്. എന്നുവെച്ചാൽ ഓരോ കഥാപാത്രങ്ങളും ശരിക്കും സിങ്ക് ചെയ്തിട്ടുള്ള ഒരു മൂവി എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് കഥയും നല്ല സിംഗിങ് ആണ്. നമ്മൾ നന്നായിട്ടൊരു കൺവിൻസിങ് ആയിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് സംവിധാനം എന്ത് കണ്ടു അത് തന്നെയാണ് നമ്മളെ കാണിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമുക്കൊരു ലാഗിങ് ഫീൽ ചെയ്യുന്നില്ല. ഒരു വെറുതെ ഒരു മൂവി കാണാൻ പോയിട്ട് നമുക്ക് നല്ലൊരു മൂവി കണ്ടു എന്നുള്ളൊരു ഫീലിംഗ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ തോന്നുന്ന ഒരു മൂവിയാണിത്. ഇതുപോലെ നല്ല രസമുള്ളൊരു മൂവികൾ അധികം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ലെന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ പറയാൻ പറ്റും. പിന്നെ ഇതിലെ പെർഫോമൻസ് ആസിഫ് അലി സിറ്റി സാറിന് പെർഫോം ചെയ്യുന്ന പോലെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപർണ മുരളി, പിന്നെ ഇതിൽ അശോകനുണ്ട്, ജഗദീഷ് ഉണ്ട്. അവരെല്ലാം കേട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത്, ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ ശരിക്കും നായകൻ എന്ന കൺസെപ്റ്റ് ശരിക്കും നമ്മുടെ കൺസെപ്റ്റ് സാധാരണ കൺസെപ്റ്റൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നായകൻ ശരിക്കും പറഞ്ഞാൽ വിജയരാഘവൻ തന്നെയാണ്. വിജയരാഘവൻ്റെ അടിപൊളി പെർഫോമൻസ് നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ മലയാളത്തിലെ അവാർഡ് കൊടുക്കുന്ന ആൾക്കാരുടെ ഗുണം കൊണ്ടായിരിക്കാം പലപ്പോഴും പെർഫോമൻസ് അല്ല അവാർഡ്. അതിലിപ്പോൾ ഒരു നായക വേഷം എന്ന് നമ്മൾ സങ്കല്പിച്ച് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇതിലെ നായകൻ വിജയരാഘവൻ തന്നെയാണ്. അപ്പോൾ സങ്കല്പിച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതിൽ പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ അവരേക്കായിരിക്കും നായകനായിട്ട് വരും. ബാക്കിയൊക്കെ സാധാരണമാരെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു കൺസെപ്റ്റൊക്കെ മാറേണ്ട കാലഘട്ടം കഴിഞ്ഞു. നല്ല പെർഫോമൻസ് 5 മിനിറ്റ് ചെയ്താലും അയാൾക്ക് വേണം ബെസ്റ്റ് നടനുള്ള അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ വിജയരാഘവൻ്റെ പെർഫോമൻസ് എനിക്കും ഒരു പെർഫോമൻസിന് ലെവലിലുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുള്ള സംശയമാണ്. കാരണം ഇതിൽ നല്ല ഗ്രാൻഡായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും മെമ്മറി ലോസ് വരുന്ന ഒരാളുടെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇദ്ദേഹം പിള്ള എന്നൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാടിൻ്റെ അടുത്താണ്, കഥ മുഴുവൻ പറയുന്നില്ല, ജസ്റ്റ് പറയുകയാണ്. കാടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാൾ, ഇദ്ദേഹത്തിന് മെമ്മറി ലോസ് വരുന്നുണ്ട്. അപ്പോൾ മകനാണ് ആസിഫ് അലി, മകൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് അപർണ മുരളി. അപ്പോൾ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി, പിന്നെ ഒരു കുട്ടി മിസ്സാവുന്നു, ഇങ്ങനെ പല കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ മെമ്മറി ലോസ് സംഭവിച്ച വിജയരാഘവൻ്റെ ഒരു പിസ്റ്റൾ കാണാണ്ട് പോകുന്നു. തൊട്ടടുത്ത് റിസർവ് ഫോറസ്റ്റാണ്, അവിടെ ചില വെടിയുണ്ടയുടെ പാടുകൾ കാണുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ മിസ്റ്റർ പയ്യെ വന്ന് നമുക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്ക് മാറ്റപ്പെടുന്ന ഒരു കഥയാണിത്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട്. മ്യൂസിക്കൊക്കെ ഗ്രാൻഡായിട്ട്. നമുക്കിതിലൊന്നും മോശം പറയാൻ പറ്റില്ല. കാരണം എനിക്ക് പണ്ടത്തെ ഒരു സിനിമ ഫ്ലോപ്പായൊരു പടം ഉണ്ടായിരുന്നു, ഈ ദേവദൂതൻ. ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗുരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അന്ന് അത് ഫ്ലോപ്പായിരുന്നു. അപ്പോൾ അതേപോലത്തേക്കാളും അത് വേറെ ലെവലാണ്. പക്ഷേ ഇതും വേറെ ലെവലാണ്. ഇതും വിജയിക്കണം തന്നെ എൻ്റെ അഭിപ്രായം. കാരണം അത്രയും നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. എനിക്ക് നല്ല കണ്ട എല്ലാവർക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തേക്കണം. നമുക്കൊരു മോശം പറയാൻ പറ്റില്ല. നന്നായിട്ട് എല്ലാവരും ആ ഒരു നല്ല ലെവലിൽ തന്നെ അധികം ഓവറാക്കാണ്ട് എന്നാൽ അധികം പ്രശ്നമില്ലാത്ത രീതിയിലും നല്ല ഗ്രാൻഡായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ചെയ്തിട്ടുണ്ട്, ഓഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ്. കാരണം ഈ ഓണത്തിന് കുറേ നല്ല മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് യുവ സംവിധായകരാണ്, അഭിനയിക്കുന്നവരും യുവാക്കളാണ്. യുവത്വം എന്നുള്ളത് മാറട്ടെ, ദ പെർഫോമേഴ്സ് എന്ന് വേണം പറയാൻ. സംവിധായകൻ്റെ പെർഫോമൻസ് കൊള്ളാം, സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ പെർഫോമൻസ് കൊള്ളാം, ആക്ടിങ് പെർഫോമൻസും കൊള്ളാം. അതിൽ വിജയരാഘവൻ നമുക്ക് കുറേ കാലം പഴയ നടനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ കാണാതെ പോയി എന്നുള്ളതാണ്. ഒരു പൂക്കാലം എന്ന പടം തോന്നുന്നു, നേരത്തെ അതിനും നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു, അതിന് അവാർഡ് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ടാപ്പ് ചെയ്യാനെന്നുള്ളത് ഇനിയും കുറേ ചെയ്യാൻ. നമ്മുടെ പണ്ടത്തെ സുരേഷ് ഗോപി പടങ്ങളിലൊക്കെ ഇദ്ദേഹം നന്നായിട്ട് വില്ലൻ്റെ വേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും യേശു ആ പുള്ളി ആ ഒരു വില്ലൻ്റെ വേഷം അവതരിപ്പിച്ചാൽ നല്ല രസമായിട്ട്. ഇതിപ്പോൾ വില്ലൻ വേഷമൊന്നുമല്ല,
ഇത് സമ്മതിച്ചു വരും. നിങ്ങൾ ഈ മൂവി കണ്ടിട്ട് നമുക്ക് എന്താ പറയുക, വിജയരാഘവനെ നമ്മൾ മറക്കലൊരിക്കും ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ. അത്ര നന്നായിട്ടാണ് പെർഫോമൻസ്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയും പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാത്തൊരു ഞാൻ കാണുന്നത് വിജയരാഘവൻ്റെ പെർഫോമൻസാണ്. ഒരു മിസ്റ്ററി ത്രില്ലറിൽ ഇത് എനിക്ക് തോന്നുന്നത് നല്ല വിജയം വരിക്കും മിക്കവാറും. ഈ സിനിമ നല്ല വിജയമാവാൻ, കളക്ഷൻ നന്നായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം കണ്ടവർക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ വെച്ചാൽ ഒരു 10-12 വയസ്സുള്ള പിള്ളേർക്കൊക്കെ ഇത് മനസ്സിലാവുമെന്ന് അറിയില്ല. കാരണം കുറച്ചും കൂടെ നമുക്ക് സിനിമയെ പറ്റി സീരിയസ് ആയിട്ട് അറിയുന്ന ആളായിരിക്കും കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഇത് മനസ്സിലാവും. അല്ലാത്തവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. മനസ്സിലാവുമായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ചിന്തിച്ച് പോകുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാവും. കാരണം ഇത് മിസ്റ്റിക് ഒരു സ്റ്റോറിയാണല്ലോ. അപ്പോൾ ആ ലെവലിലായിരിക്കും ഇത് ഓപ്പണിങ് അങ്ങനെ ഒരു സിമ്പിളായിട്ട് വന്നിട്ട് വളരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഇതെങ്ങനെയാണ് ട്വിസ്റ്റ് വന്നത് നമ്മൾ ഊഹിക്കണ പോലെ ആയിരിക്കില്ല ട്വിസ്റ്റ് വന്നത്. അത് വേറെ ലെവലായിരിക്കും. അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെയൊക്കെ വരുന്ന ഓർത്തിരിക്കുമ്പോൾ അത് അങ്ങനെയല്ല, വേറെ ഇല്ല തന്നെ. അപ്പോൾ അങ്ങനെ ഒരു രസമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം നല്ലൊരു ക്ലൈമാക്സ് ഒക്കെ നല്ല രസമാക്കി എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട പടമാണ്. ചിലപ്പോൾ ഒന്നുകൂടെ കാണാനൊക്കെ തോന്നും. അത്ര രസമായിട്ട് എടുത്തിരിക്കുന്ന പടമാണ് കിഷ്കിന്ധ കാണ്ഡം. പേര് കേട്ടപ്പോൾ എനിക്ക് അത്ര വലിയ രസമൊന്നുമില്ല. കാരണം ടൈറ്റിൽ അത്ര കിഷ്കിന്ധ കാണ്ഡം, പക്ഷേ അങ്ങനെയല്ല. അത് കാണേണ്ട ഒരു പടം തന്നെ, നല്ല രസമാണ്. തിയേറ്ററിൽ തന്നെ പോയി കഴിഞ്ഞാൽ ആ എഫക്റ്റ് കാണാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ലാൻഡ്സ്കേപ്പൊക്കെ ഒരു പ്രത്യേക ലാൻഡ്സ്കേപ്പിലാണ് വെച്ചേക്കുന്നത്. അത് നമ്മുടെ മൊബൈലിലൊക്കെ കണ്ടേക്കാളും നല്ല തിയേറ്ററിൽ പോയി കണ്ടാണ്. ശരിക്കും നല്ല തിയേറ്ററിക്ക് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാനിരിക്കും നല്ലത് എൻ്റെ അഭിപ്രായം. വളരെ നല്ല സിനിമയാണ്. താങ്ക് യു വെരി മച്ച്.